السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുചരന്മാർക്ക് സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കഥ പ്രവാചകൻ വരുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചൊരു കഥയാണ്. അപ്പോൾ പ്രവാചകൻ ഇത് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ അള്ളാഹു വഹിയായിട്ട് അല്ലെങ്കിൽ ഇൽഹാമായിട്ട് അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവാം, അള്ളാഹു ആലം. അപ്പോൾ എന്തായിരുന്നാലും പ്രവാചകൻ സഹാബാക്കൾക്ക് ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് ഇസ്രായേല്യരിലാണ്, ജൂതന്മാർക്കിടയിലാണ്. നബി വരുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പം എന്താണ് ഈ സംഭവം ചോദിച്ചാൽ, ഇസ്രായേല്യരിൽ ജൂതരിൽ ഒരു മനുഷ്യരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വ്യക്തമല്ല, ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല. അദ്ദേഹം ഒരു അക്രമിയായിരുന്നു, ഒരു ഗുണ്ടയായിരുന്നു. നാട്ടിൽ ഒരു എന്തിനു പറയാം, പോക്കിരി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുണ്ടയായ മനുഷ്യനായിരുന്നു, അക്രമിയായിരുന്നു. അങ്ങനെ അദ്ദേഹം അക്രമത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് ആളുകളുമായിട്ട് വഴക്ക് കൂടുകയും അങ്ങനെ കുറേ ആളുകളെ വധിക്കുകയും ചെയ്തിട്ട് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കൊലയാളിയായിരുന്നു, ഒരു അറിയപ്പെട്ട കേടിയായിരുന്നു, ക്രൂരനായ മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ. അങ്ങനെ എത്രത്തോളം കൊന്നു എന്ന് ചോദിച്ചാൽ 99 പേരെ ഈ മനുഷ്യൻ കൊന്നുകളഞ്ഞു. ഈ അക്രമിയായ ഈ ഗുണ്ടയായ മനുഷ്യൻ ഇസ്രായേലിൽപ്പെട്ട. പക്ഷേ 99 ആളെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു മാറ്റമുണ്ടായി. ഞാൻ ഇത് ചെയ്തത് മോശമായി പോയി, എനിക്ക് ഇനിയെങ്കിലും നന്നാവണം, തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം, എന്നിട്ട് ദൈവത്തിലേക്ക് മടങ്ങണം എന്ന ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ അദ്ദേഹം അടുത്തുള്ള ഒരു പണ്ഡിതനോട് സംഭവം പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബ ചെയ്യണം, എനിക്ക് പശ്ചാത്തപിക്കണം, എൻ്റെ പശ്ചാത്താപം ദൈവം സ്വീകരിക്കുമോ എന്ന് അദ്ദേഹം ആ പണ്ഡിതനോട് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ പണ്ഡിതൻ അത്ഭുതമായി. അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, നോ, താങ്കളുടെ തോബ അള്ളാഹു സ്വീകരിക്കുകയില്ല, താങ്കളുടെ തോബ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഗുണ്ടയായ മനുഷ്യൻ, ഈ അക്രമിയായ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ കൊലയാളിയായ മനുഷ്യൻ അയാളെയും കൊന്നു, ആ പണ്ഡിതനെയും കൊന്നു. അങ്ങനെ 100 തികച്ചു. പക്ഷെ അദ്ദേഹം അടങ്ങിയിരുന്നില്ല. പിന്നെയും അദ്ദേഹം പല പണ്ഡിതന്മാരെയും അന്വേഷിച്ച് നടന്നു. രണ്ടാമതായി വേറൊരു പണ്ഡിതനെ കണ്ടു. അദ്ദേഹത്തോടും ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹം എത്ര ആളെ കൊന്നിട്ടുണ്ട്? 100 ആളെ കൊന്നിട്ടുണ്ട്. ഈ സംഭവം രണ്ടാമത്തെ പണ്ഡിതനോട് പറഞ്ഞപ്പം പണ്ഡിതൻ പറഞ്ഞു, താങ്കൾക്ക് തൗബയുണ്ട്, താങ്കൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങാം, താങ്കളുടെ തൗബ അള്ളാഹു സ്വീകരിക്കും, ദൈവം സ്വീകരിക്കും. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? താങ്കൾക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം. താങ്കൾ എന്ത് ചെയ്യുക? ഒരു ഇന്നാലിൻ്റെ നാട്ടിലേക്ക് പോവുക. നാടിൻ്റെ പേര് അവിടെ വ്യക്തമല്ല, ചരിത്രത്തിൽ കാണുന്നില്ല. ഇന്നാലിൻ്റെ നാട്ടിലേക്ക് പോവുക. ആ നാട്ടുകാർ വളരെ നല്ല ആളുകളാണ്. അവിടെ ചെന്നിട്ട് അവർക്കിടയിൽ നിങ്ങൾ ജീവിക്കുക. പിന്നെ ഈ നാട്ടിലേക്ക് ഒരിക്കലും മടങ്ങി വരരുത്. അവിടെ പോയി നിങ്ങൾ സുഖമായി ജീവിച്ചോളൂ. നിങ്ങൾ തൗബ ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് ഇലാഹി ചിന്തയിൽ, ദൈവിക ചിന്തയിൽ മുഴുകി നിങ്ങൾ അങ്ങനെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ശരി, അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം നടന്നു പോവുകയാണ്. ആ പറഞ്ഞ നാട്ടിലേക്ക് ഇദ്ദേഹം നടന്നു പോവുകയാണ്. അന്നത്തെ കാലത്ത് വാഹനങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ നടന്നു പോകുന്ന വഴി മധ്യേ എന്ത് സംഭവിച്ചു? ഇദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു, ജീവിതം തീർന്നു പോയി. അള്ളാഹു അദ്ദേഹത്തിന് കണക്കാക്കിയ വയസ്സ് തീർന്നു എന്നർത്ഥം. അങ്ങനെ റൂഹിനെ പിടിക്കുന്ന, ആത്മാവിനെ പിടിക്കുന്ന മലക്ക് അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിച്ചു, ആത്മാവിനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചു എന്നർത്ഥം. ഈ സന്ദർഭത്തിൽ അവിടെ 2 വിഭാഗം മലക്കുകൾ വന്നു. 2 മലക്കുകൾ.
ഒന്ന് ശിക്ഷയുടെ മലക്കുകളാണ്, ഒന്ന് കാരുണ്യത്തിൻ്റെ മലക്കുകളാണ്, അദാബിൻ്റെയും റഹ്മത്തിൻ്റെയും മലക്കുകൾ. അവർ പറഞ്ഞു ഈ ആത്മാവ് എനിക്ക് വേണം. ഓരോരുത്തരും പറഞ്ഞു ഇത് എനിക്ക് വേണം, ഇതെനിക്ക് വേണം. അദാബിൻ്റെ മലക്കുകൾ പറഞ്ഞു ഈ ആത്മാവ് എനിക്ക് വേണം, ഞാൻ കൊണ്ടുപോകാം. കാരണം ഇദ്ദേഹം വളരെ ദോഷിയായ അക്രമിയായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവെ ഞാൻ കൊണ്ടുപോകുമെന്ന് ശിക്ഷയുടെ മാലാഖമാർ പറഞ്ഞു. മലക്ക് പറഞ്ഞു ഞാൻ കൊണ്ടുപോകാം. പറ്റില്ല എന്ന് പറഞ്ഞു. ആര്? നന്മയുടെ മലക്ക്, റഹ്മത്തിൻ്റെ മലക്ക് പറഞ്ഞു പറ്റില്ല. കാരണം ഇദ്ദേഹം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, സംഗതി ശരിയാണ്, 100 ആളുകളെ കൊന്നിട്ടുണ്ട്, സംഗതി ശരിയാണ്. പക്ഷേ അദ്ദേഹം തോപ ചെയ്തുകൊണ്ടാണ് വരുന്നത്, പാശ്ചാത്തപിച്ചുകൊണ്ടാണ് വരുന്നത്, പാശ്ചാത്താപ മനസ്സുമായിട്ടാണ് വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ മാനസിക അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് എന്ത് വേണം? അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് ആര് പറഞ്ഞു? റഹ്മത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ പരസ്പരം ഈ വാഗ്വാദം നടക്കുമ്പോൾ മൂന്നാമതൊരു വിഭാഗം മലക്ക് അവിടെ വന്നു, അല്ലെങ്കിൽ മൂന്നാമതൊരു മലക്ക് അവിടെ വന്നു. ആ മലക്ക് ഇതൊക്കെ അള്ളാഹു പറഞ്ഞയക്കുന്നതാണ്. ഇവർക്കിടയിൽ വിധി കൽപ്പിച്ചു, നിങ്ങൾ 2 കൂട്ടരും തർക്കിക്കണ്ട, ഒരു കാര്യം ചെയ്യുക, അദ്ദേഹം പുറപ്പെട്ട ആ നാട്ടിൽ നിന്നും അളക്കുക, എത്ര വഴി ദൂരമുണ്ട് ഇവിടേക്ക്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും അളക്കുക, എങ്ങോട്ട്? അദ്ദേഹം പോകുന്ന വഴിയിലേക്ക്, ആ നാട്ടിലേക്ക് അങ്ങോട്ടും അളക്കുക, അങ്ങോട്ട് എത്ര വഴി ദൂരമുണ്ട്. അങ്ങനെ അളന്നു നോക്കിയപ്പോൾ അദ്ദേഹം പോകുന്ന നാട്ടിലേക്കാണ് കുറച്ചുകൂടി അടുപ്പം, കുറച്ചും കൂടി എളുപ്പം അങ്ങോട്ടാണ്. ഇത് കുറച്ച് ദൂരെയാണ്, ഇത് വരുന്ന ആ നാട് കുറച്ച് ദൂരെയാണ്, ഇത് കുറച്ചും കൂടി അടുപ്പമാണ്. അപ്പോൾ ഈ മധ്യസ്ഥനായി വന്ന മലക്ക് പറഞ്ഞു ശരി, ഇദ്ദേഹം നന്മയിലേക്കാണ് അടുത്തിരിക്കുന്നത്, തിന്മയിലേക്കല്ല, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മത്തിൻ്റെ മലക്കുകളെ ഏൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ. ഇത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക്, തൻ്റെ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ്. വളരെ പ്രസിദ്ധമായ, സുപ്രസിദ്ധമായ, എല്ലാ ഹദീസിൻ്റെ കിതാബുകളിലും നമ്മൾ കാണുന്ന ഒരു കഥയാണ്. അപ്പം ഈ കഥയിൽ നിന്നും നമുക്ക് എന്താണ് ഗുണപാഠമായി ലഭിക്കുന്നത്? അത് പറയാനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. ഇതിൽ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. നമ്മൾ എത്ര തന്നെ തെറ്റ് ചെയ്താലും അതിൻ്റെ അർത്ഥം ജനങ്ങളെ കൊല്ലണം എന്നല്ല കേട്ടോ, അങ്ങനെ മനസ്സിലാക്കരുത്. നമ്മൾ എത്ര തന്നെ കള്ള് കുടിച്ചു, ചീട്ട് കളിച്ചു, വ്യഭിചരിച്ചു, ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്ന തെറ്റുകൾ. അങ്ങനെ നമ്മൾ എത്ര തെറ്റ് ചെയ്താലും അതിനൊക്കെ തൗബയുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പാശ്ചാത്താപമുണ്ട്. നാം ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ നമുക്ക് നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുമായിട്ട് ചെയ്ത തെറ്റിനെ അള്ളാഹു മാപ്പുള്ളൂ. പക്ഷെ ഇവിടെ വേറെ പ്രശ്നമുണ്ട്. ഇത് ഒരു വ്യക്തിയുമായി ചെയ്ത, അല്ലെങ്കിൽ കുറേ 100 വ്യക്തികളുമായി ചെയ്ത തെറ്റാണ്. സാധാരണ നാം പറയാറുണ്ട്, വ്യക്തികളുമായിട്ട് ചെയ്ത തെറ്റിന് വ്യക്തികളോട് തന്നെ മാപ്പ് ചോദിക്കണം. പക്ഷെ ഇദ്ദേഹം ഇവിടെ ആരോടെ മാപ്പ് ചോദിക്കുക? ഒക്കെ മരിച്ചു പോയില്ലേ, ഇദ്ദേഹം കൊന്നില്ലേ, ഇനി എങ്ങനെ അദ്ദേഹം മാപ്പ് ചോദിക്കുക? അത് സാധ്യതയില്ല. പക്ഷേ എന്ന് കരുതി അള്ളാഹു പൊറുക്കുമോ? സാധാരണഗതിയിൽ പൊറുക്കില്ല എന്നാണ് ഇവിടെ നാം പറയാറുള്ളത്. ഇസ്ലാമിക ആശയം അങ്ങനെയാണ്. ഒരു മനുഷ്യനുമായിട്ടുള്ള പ്രശ്നം അവരുമായിട്ട് തന്നെ തീർക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ ആ ശുദ്ധമായ മാനസിക അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും? ഈ 100 ആളുകൾക്കും വേണ്ടി അള്ളാഹുവിൻ്റെ ഒരു സഹായം ഇദ്ദേഹത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പണ്ഡിതന്മാർ അവിടെ പറയുന്നത്. എന്തായിരുന്നാലും നമ്മൾക്കിതിൽ മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനെ കുറിച്ചാണ്. മനസ്സിലായോ? അതാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിൽ 53-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നത്. എന്താ പറയുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ, നബിയെ താങ്കൾ പറയുക,
യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റുകളിൽ മുഴുകിയ മനുഷ്യരെ, എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത്. അള്ളാഹ് എന്നെ രക്ഷിക്കൂല, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ്, എന്നെയൊന്നും അള്ളാഹു കരകയറ്റുകയില്ല എന്ന ചിന്ത നിങ്ങൾക്ക് വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ ദോഷങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ കാരുണ്യവാനാണ്, എല്ലാം പൊറുക്കുന്നവനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അള്ളാഹു കാരുണ്യവാനാണ് എന്ന് മനസ്സിലാക്കാം. അതല്ലാതെ അള്ളാഹു ഒരു നരകം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മളെല്ലാവരെയും അതിൽ പിടിച്ചിടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ആളല്ല അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.